ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായ വാർത്താദിനമാണ്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് വെറും ഊഹാപോഹങ്ങളുടെ പേരിലാണെന്ന് ജാമ്യം അനുവദിച്ച NIA കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. വിഷയത്തിൽ ഇന്നും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇതുൾപ്പെടെ ഇന്നത്തെ വാർത്താദിനത്തെ സജീവമാക്കിയ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി പോവുകയാണ്. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റായ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായിരിക്കുന്നു. ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് സിസ്റ്റർമാരായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും മോചിതരായത്. അറസ്റ്റിലായി 9 ദിവസത്തിന് ശേഷമാണ് ഇരുവരുടെയും മോചനം. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് വെറും ഊഹാപോഹങ്ങളുടെ പേരിലെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് NIA കോടതി നിരീക്ഷിച്ചു. 3 പെൺകുട്ടികളിൽ 2 പേർ ചെറുപ്പം മുതൽ ക്രൈസ്തവ വിശ്വാസികളാണ്. കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് രക്ഷിതാക്കളുടെ സമ്മതപ്രകാരമെന്നും കോടതി വ്യക്തമാക്കി. വൈകാരികമായാണ് കന്യാസ്ത്രീകളുടെ കുടുംബങ്ങൾ പ്രതികരിച്ചത്. കേസ് റദ്ദാക്കണമെന്ന ആവശ്യവും ഉയർന്നു. ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഗവൺമെന്റിന് വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല, ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല. അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു. മതത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയും ആക്രമിക്കരുത്. തെറ്റായ കാര്യമാണ്. മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കള്ളക്കടത്ത് നടത്തിയെന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തിയവരെ ചെയ്തത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മൊയലിനൊപ്പവും വേട്ടയാടാൻ പോകുന്ന നായക്കൊപ്പമാണ് ഇവർ ഉള്ളത്. 2 പക്ഷത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഛത്തീസ്ഗഡിലെ സഹപ്രവർത്തകരുടെ സമീപനവും നിലപാടും എന്താണെന്ന് അദ്ദേഹത്തോട് കേരള സമൂഹം ചോദിക്കണം. അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. എന്തിനേറെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഇന്നലെ ഈ കേസ് ബിലാസ്പൂർ കോടതിയിൽ വന്നപ്പോൾ ഒബ്ജക്റ്റ് ചെയ്തത് അത് അവർ നൽകിയ വാഗ്ദാനം പോലും പാലിച്ചില്ല. അത് കഴിഞ്ഞ് ഇനി ഇവർക്ക് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് അവകാശവാദം ഉന്നയിക്കാനാണ്? യഥാർത്ഥത്തിൽ കുറ്റബോധത്തോടു കൂടിയിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും. എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടെ നിന്ന് ഇവരെ വേട്ടയാടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷേ അതിനുള്ള ഉളുപ്പൊന്നും ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാറും ബിലാസ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം അജീഷ് ജയകുമാറിലേക്കാണ്. അജീഷ്, ഇപ്പോൾ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി കഴിഞ്ഞിരിക്കുന്നു. അവരിനി എങ്ങോട്ടേക്കാണ് പോവുക? ബന്ധുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ മടങ്ങിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഇപ്പോൾ ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുൻപാണ് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായത്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നുള്ള സംഘം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ ഉൾപ്പെട്ട സംഘം അവിടെ ഉണ്ടായിരുന്നു. അവർ ജയിൽ മോചിതരായ 2 പേരെയും അവിടെ സ്വീകരിച്ചു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, ഇനിയും എവിടേക്കാണ് 2 കന്യാസ്ത്രീകളും പോവുക? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അജീഷ്? ഉന്മേഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ദുർഗിലെ കന്യാസ്ത്രീ മഠത്തിന് മുന്നിലാണ്. അവിടെയാണ് ഇപ്പോൾ ഈ 2 കന്യാസ്ത്രീകളെയും പാർപ്പിച്ചിരിക്കുന്നത്. പോലീസിന്റെ സംരക്ഷണവുമുണ്ട്. ബജ്രംഗ്ദളിന്റെ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണയിലായിരിക്കും ഇന്നത്തെ ദിവസം കന്യാസ്ത്രീകൾ ഇവിടെ കഴിയുക. ഇന്ന് അതിനുശേഷം എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും എങ്ങോട്ടേക്കാണ് ഈ കന്യാസ്ത്രീകളെ മാറ്റുക എന്ന് അറിയാൻ സാധിക്കുക. ഇപ്പോൾ LDFന്റെയും UDFന്റെയും പ്രതിനിധികൾ ഈ കോൺവെന്റിനകത്തുണ്ട്. അവർ പൊന്നാട അണിയിച്ച് ഈ കന്യാസ്ത്രീകളെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവരിപ്പോൾ സഹപ്രവർത്തകരായിട്ടുള്ള കന്യാസ്ത്രീകളുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖരനൊപ്പം BJP പ്രതിനിധികൾക്കൊപ്പമാണ് ജയിലിനകത്ത് എന്ന പോലീസ് സുരക്ഷയിൽ ഈ കന്യാസ്ത്രീകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് LDFും UDFും രാഷ്ട്രീയ നാടകം കളിച്ചത് കൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ വൈകിയതെന്നാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ 3 ദിവസം മുന്നെയെങ്കിലും ഇവർക്ക് ജാമ്യം കിട്ടിയേനെ എന്നുള്ള ഒരു മുടന്തൻ ന്യായമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പ്രതികരിച്ച് മടങ്ങിപ്പോയത്. കൂടുതൽ ചോദ്യം ചോദിച്ചപ്പോൾ, അതായത് അദ്ദേഹത്തിനോട് BJPയുടെ ഇതിന്റെ ഇടപെടൽ എന്താണ്, ഇതിന്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് മാധ്യമങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ തയ്യാറാകാതെ ഇവിടുന്ന് മടങ്ങിപ്പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. BJP പ്രതിനിധികൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഉപാധ്യക്ഷനും ഷോൺ ജോർജ്, അനൂപ് ആന്റണി എന്നിവരും ഈ സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടുത്തെ BJPയുടെ നിലപാടിന് അടക്കം ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമ പ്രവർത്തകരോട് ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് കൂടുതൽ മറുപടി പറയാതെ, ഉത്തരങ്ങൾ പറയാതെ മടങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം 3:30-ഓടെയാണ്
ഇവിടെ നിന്ന് കന്യാസ്ത്രീകളെയും കൂട്ടി ജയിലിനകത്തേക്ക് വന്നത്. ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ജയിൽ NIA കോടതിയുടെ ബെയിൽ എക്സിക്യൂഷൻ ഓർഡർ ബൈ ഹാൻഡ് നേരിട്ട് തന്നെ ജയിലിൽ എത്തിച്ചാൽ മാത്രമേ ഈ മോചനം സാധ്യമാവുകയുള്ളൂ എന്നാണ്. അങ്ങനെ എല്ലാവരും കരുതിയിരുന്നത് വൈകിട്ട് ഒരു 6 മണിയെങ്കിലും ആകും ഈ 150 കിലോമീറ്ററുള്ള NIA കോടതി, ബിലാസ്പൂർ NIA കോടതിയിൽ നിന്ന് ഉത്തരവുമായി എക്സിക്യൂഷൻ ഓർഡറുമായി ജയിലിലേക്ക് എത്താൻ വൈകിട്ട് 6 മണിയെങ്കിലും ആകുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ നാടകീയമായ സംഭവങ്ങൾക്കാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത്. 3:30 രാജീവ് ചന്ദ്രശേഖരൻ എത്തുന്നു, ഇവിടുത്തെ കന്യാസ്ത്രീകളെ കൂട്ടുന്നു, മദർ സുപ്പീരിയറെ കൂട്ടുന്നു, ഇസബെല്ല, അവരെല്ലാം കൂട്ടിയതിനു ശേഷം ഇവിടെയുള്ള പ്രതിനിധികളെ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ തന്നെ ഏതാണ്ടൊരു സൂചന കിട്ടിയിരുന്നു. കാരണം ബെയിൽ എക്സിക്യൂഷൻ ഓർഡർ ഒന്നും നേരിട്ട് വേണ്ട എന്നുള്ളൊരു സൂചന കിട്ടിയിരുന്നു. അങ്ങനെ